നമസ്കാരം. ഇസ്രായേൽ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടം നേരിട്ടെങ്കിലും തങ്ങളുടെ സൈനിക ശേഷി ഇറാൻ വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടയിലും ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകൾ അതിവേഗം സജീവമാക്കുകയാണെന്നാണ് പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. തങ്ങളുടെ പ്രധാന ആയുധമായ ഡ്രോണുകളുടെ ഉൽപ്പാദനം ഇറാൻ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ ഡ്രോൺ ശേഷിയുടെ 50% ഇപ്പോൾ സുരക്ഷിതമായി അവശേഷിക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക ശേഷി ആദ്യം കണക്കാക്കിയതിനേക്കാൾ വളരെ വേഗത്തിലാണ് വീണ്ടെടുക്കുന്നതെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിൽ തകർന്ന മിസൈൽ നിലയങ്ങൾ, വിക്ഷേപണ ഉപകരണങ്ങൾ, പ്രധാന ആയുധ സംവിധാനങ്ങളുടെ ഉൽപ്പാദന ലൈനുകൾ എന്നിവ അറ്റകുറ്റപ്പണി നടത്തിയും മാറ്റിവെച്ചും ഇറാൻ തങ്ങളുടെ നഷ്ടപ്പെട്ട സൈനിക ശക്തി വീണ്ടെടുക്കുകയാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ CNN-നോട് വെളിപ്പെടുത്തി. ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാന്റെ സൈനിക ശേഷിയെ തളർത്തിയെന്ന അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നത് കൂടിയാണ് പുതിയ കണ്ടെത്തൽ. 6 മാസത്തിനകം ഇറാന് തങ്ങളുടെ ഡ്രോൺ ആക്രമണ ശേഷി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ഇപ്പോഴും ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണ്. തങ്ങളുടെ മിസൈൽ ഉൽപ്പാദനശേഷി വളരെയധികം തകർന്ന സാഹചര്യത്തിൽ ഇറാൻ ബദലായി ഡ്രോൺ യുദ്ധത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞേക്കാം. മേഖലയിലെ സഖ്യകക്ഷികൾ അതീവ ആശങ്കയോടെയാണ് ഈ ഭീഷണിയെ നോക്കിക്കാണുന്നത്. യുദ്ധം വീണ്ടും ആരംഭിക്കുകയാണെങ്കിൽ നിലവിൽ കാര്യമായി തകർക്കപ്പെട്ടിട്ടുള്ള തങ്ങളുടെ മിസൈൽ ഉൽപ്പാദന ശേഷിക്ക് പകരമായി കൂടുതൽ ഡ്രോൺ വിക്ഷേപണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറാന് തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ സാധിക്കും. സ്ഥിരതയുള്ള ഒരു സമാധാന കരാറിന്റെ നിബന്ധനകളെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ പുതിയ ആക്രമണങ്ങൾ നടത്തുന്നതിന് താൻ 1 മണിക്കൂർ മാത്രം അകലെയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച പരസ്യമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതാനും ചില ഘടകങ്ങൾ കാരണമാണ് ഇറാന് തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം പുനർനിർമ്മിക്കാൻ കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഒന്നാമതായി, ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറാന് ലഭിക്കുന്ന സഹായങ്ങൾ. മറ്റൊന്ന്, അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചത്ര നാശനഷ്ടം ഇറാന് സംഭവിച്ചില്ല എന്നത്. മിസൈലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ നൽകി ചൈന ഇറാനെ സഹായിക്കുന്നുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും US-ന്റെ ഉപരോധം കാരണം ഇതിന് നിയന്ത്രണങ്ങളുണ്ട്. ചൈന ഇറാൻ ഒരു നിശ്ചിത അളവിൽ പിന്തുണയും മിസൈൽ നിർമ്മാണത്തിനുള്ള പ്രത്യേക ഘടകങ്ങളും നൽകുന്നുണ്ടെന്ന് CBS അഭിമുഖത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാഗുൻ പറഞ്ഞിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ പക്കൽ ഇപ്പോഴും കാര്യമായ അളവിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശേഷിക്കുന്നുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ 0-ൽ നിന്നും ആരംഭിക്കേണ്ട അവസ്ഥയും ഇറാനില്ല. ഇറാന്റെ പകുതിയോളം മിസൈൽ ലോഞ്ചറുകളും ആക്രമണങ്ങളെ അതിജീവിച്ചതായി കഴിഞ്ഞ മാസം CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഗണ്യമായി തകർക്കുകയും അവരുടെ പ്രതിരോധ വ്യവസായ അടിത്തറയുടെ 90% നശിപ്പിക്കുകയും ചെയ്തുവെന്നായിരുന്നു US-ന്റെ അവകാശവാദം. വരും വർഷങ്ങളിലേക്ക് ഇറാന് തങ്ങളുടെ സൈനിക ശേഷി വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് സെന്റകോം കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ചൊവ്വാഴ്ച ഹൗസ് ആംഡ് സർവീസ് കമ്മിറ്റിക്ക് മുമ്പായി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇറാന്റെ പ്രതിരോധ വ്യവസായ അടിത്തറ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടുവെന്നും കൂപ്പർ പറഞ്ഞു. എന്നാൽ പുതിയ റിപ്പോർട്ട് ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളയുന്നതാണ്.